صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا سيد المرسلين صلى الله عليه وسلم خذ بأيدينا قلت هيلتنا أدركنا. ബഹുമാനമുള്ള മുഅ്മിനുകൾ, കാലാവസ്ഥ കനത്ത് വരികയാണ്. അതിൻ്റെ ഗുണങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. അതിലുള്ള ഷർറുകളെ തൊട്ട് അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതുപോലത്തെ ഒരു മഴയാണ് വയനാട് ഒലിച്ചായത്. അതിങ്ങനെ ഓർമ്മിക്കുകയാണ് ഇന്നലെ മുതൽ. അപ്പം അങ്ങനത്തെ ദുരന്തം ഇനി അല്ലാഹു തആല നമ്മുടെ നാട്ടിലോ പരിസരത്തും തരാതിരിക്കട്ടെ. നമ്മളെ വിഷയം ഇപ്പോൾ വസിയ്യത്താണ്. അതിൽ സ്വതക്ക മൂന്നാം ഘട്ടം ആണ്. ഒന്നാം ഘട്ടം ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുക എന്നതാണ്. രണ്ടാം ഘട്ടം രോഗമുള്ള സമയത്ത് ചെയ്യുന്നതിന് അത്ര ഒന്നാം സ്ഥാനത്തിൻ്റെ അത്ര കൂലി ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യം തന്നെയാണ്. അത് നിസ്കാരത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആരോഗ്യമുള്ള സമയത്ത് നല്ലോണം ചെയ്തു കൂട്ടിയാൽ ആരോഗ്യമൊക്കെ പോണ സമയത്ത് നിസ്കരിച്ചാൻ പോകാത്ത മനുഷ്യന്മാർക്ക്, കഴിയാത്ത മനുഷ്യന്മാർക്ക് അല്ലാഹു തആല അതിനുള്ള കൂലി കൊടുക്കുന്നതാണ്. അത് ആശുപത്രിയിലൊക്കെ ഇങ്ങനെ അഡ്മിറ്റായി കിടക്കുന്ന സമയത്തെ നമുക്ക് സങ്കടം ഉണ്ടാവും, നിസ്കരിക്കാൻ പോകാൻ വയ്യല്ലോ എന്ന്. അപ്പോൾ പതിവായി നിസ്കാരം ഇങ്ങനെ ശീലിച്ച ഒരവസ്ഥയുള്ള മനുഷ്യനാണ്, ആരോഗ്യഘട്ടത്തിലൊക്കെ നല്ലോണം നിസ്കരിച്ചിരുന്ന മനുഷ്യനാണെങ്കിൽ അയാൾക്ക് അതിൻ്റെ കൂലി നിസ്കരിച്ചാതെ കൊടുക്കണമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. നിസ്കരിച്ചാതെ തന്നെ അതിൻ്റെ കൂലി അങ്ങനെ കൊടുക്കും. അതേ സമയത്ത് ചെറുപ്പം നല്ല ആരോഗ്യമുള്ള സമയത്തൊന്നും അമലുകളൊന്നും ഇല്ല. അങ്ങനെ പ്രായമായപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റിട്ടയർഡായി പരിയെ കുത്തിരിക്കുന്ന സമയത്താണ്. പിന്നെ ഇപ്പോൾ വെറുതെ സമയമൊന്നും പോകണില്ല. 5 നേരം നിസ്കരിച്ചാൽ പള്ളിക്കലൊക്കെ ഉണ്ട്, കൂലിയുണ്ട്. പക്ഷേ ആ യുവത്വത്തിൻ്റെ സമയത്തുള്ള പ്രതിഫലം ലഭ്യമല്ല. എന്ന മാതിരി തന്നെയാണ് ഈ സ്വതക്കൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ മരണപ്പെട്ടതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ സ്വതക്ക അഥവാ മരിക്കുന്നതിൻ്റെ മുമ്പുള്ള വസിയ്യത്തുകൾ അത് ചെയ്യാതെ, അത് എഴുതി വെക്കാതെ ഒരു രാത്രി കഴിഞ്ഞ് കിടക്കരുത് എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ഹദീസ്. ഒരു രാത്രിയോ അല്ലെങ്കിൽ 2 രാത്രിയോ എന്നാണ് അവിടെ ഹദീസിൽ പറഞ്ഞത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നാക്ക് കൊണ്ട് പറഞ്ഞ വാക്കല്ലേ അത്. മാ ഹഖ്ഖുംരിഇൻ മുസ്ലിമിൻ ലഹു ഷൈഉൻ യൂസി ഫീഹി യബീതു ലൈലത്തൻ ഔ ലൈലത്തൈനി എന്ന. ഒരു രാത്രി അല്ലെങ്കിൽ 2 രാത്രി എഴുതി വെക്കാതെ ഇല്ലാ വസിയ്യത്തുഹു മക്തൂബത്തുൻ ഇൻദ റഅ്സിഹി, തലഭാഗത്ത് അത് എഴുതി വെക്കാതെ കടക്കരുത് എന്നാ. അപ്പോൾ സംഗതി ആ വലിയൊരു പോയിന്റാണ്. അപ്പം അങ്ങനെ എന്തിനാണ് അങ്ങനെ എഴുതി വെക്കുന്നത് കേട്ടോ. അതിൻ്റെ ബാക്കിൽ പറയാ ലി അന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ ലാ യദ്രി മത്താ യഫ്ജഉഹുൽ മൗതു ഫുജ്അത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം എന്നാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫുജ്അത്തിൽ മൗത്ത്. സയ്യിദുനാ റസൂലുള്ളാഹി ദുആ ചെയ്യാറുണ്ടായിരുന്നു, പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നൽകല്ലേ. പെട്ടെന്നുള്ള മരണം ഖൈറുമാണ് ഷർറുമാണ്. പെട്ടെന്നുള്ള മരണം ഖൈർ ആർക്കറിയോ? എല്ലാം കഴിഞ്ഞവർക്ക്. എല്ലാം കഴിഞ്ഞു. കെട്ടിക്കലുള്ള കഴിഞ്ഞു, കൊടുക്കാനുള്ള കഴിഞ്ഞു, കൊണ്ടുവരാനുള്ള കൊണ്ടുവന്നു, മക്കളൊക്കെ പെണ്ണെട്ടി, കുട്ടികളൊക്കെ കെട്ടിക്കാനുള്ള കഴിഞ്ഞു, ബാധ്യതകളൊക്കെ വീടി, ഇതൊന്നുമില്ല, ഒക്കെ റെഡിയാണ്. അങ്ങനത്തെ ഒരാൾക്ക് പെട്ടെന്നുള്ള മരണം മുസീബത്തല്ലാന്ന. നമ്മളൊന്നും ഇപ്പം അതിൽ പെട്ടതല്ലല്ലോ. നമുക്കൊക്കെ കാര്യങ്ങൾ നടക്കാനല്ലേ ഉള്ളൂ ഇഷ്ടംപോലെ. അപ്പോൾ ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. അപ്പോൾ ഈ പെടുന്നനെയുള്ള മരണത്തെ തൊട്ട് കാവൽ ചോദിച്ചിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി കാവൽ ചോദിച്ചത് നമുക്ക് വേണ്ടിയിട്ടൊരു ഗുണപാഠത്തിനാണ്. അത് സൂറത്തുൽ ലുഖ്മാനിന്റെ 34-ാമത്തെ ആയത്തിൽ കാണാം. വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ചാണ് മരിക്കുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ആ എഴുതി വെക്കൽ ഉണ്ടാവണം. വതുക്റഹു സിയാദത്തു അല സുലുസി, ആകെ സ്വത്തിൻ്റെ 3 ഭാഗമാക്കുക. ആകെ മുതലിനെ കടം വീട്ടിയിട്ടാ, കടം വീട്ടിയതിൻ്റെ ശേഷം
ഒരാൾക്ക് കടമുണ്ട്, അയാൾക്ക് കുറേ മുതലുണ്ട്. ആ കടങ്ങളൊക്കെ വീട്ടിയതിൻ്റെ ശേഷം ഉള്ള സ്വത്തിനെ ആകെ 3 വിധാക്കുക, 3 ഭാഗം. എന്നിട്ട് അതിൻ്റെ ഒന്നെടുക്കുക. ആ ഒന്നിനേക്കാൾ കൂടുതൽ, അഥവാ 3ൽ 2 3 ഭാഗമാക്കിയിട്ട് 3ൽ 1 എടുത്തിട്ട് ആ ഒരെണ്ണത്തിൻ്റെ മേലെ, അഥവാ 2ന്റെ ഭാഗത്തേക്ക് പോകാൻ പാടില്ല. കൂടുതൽ വസിയത്ത് ചെയ്യൽ കറാഹത്താണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മളെ മുതലിനെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുണ്ട്, വാരിസീങ്ങൾ, അനന്തരാവകാശികൾ. അപ്പോൾ സുലുസ് 3ൽ 1 കൂടുതൽ വസിയത്ത് ചെയ്യാൻ അനുവദിക്കപ്പെട്ടതല്ല എന്ന് വെച്ചാൽ കറാഹത്താണ്. ഇല്ലം യഖ്സുദ് ഹിർമാന വറസതിഹി, അവൻ്റെ അനന്തരാവകാശികളുണ്ട്, സ്വത്തിൻ്റെ അവകാശികൾ. ആ അവകാശികൾക്ക് കൊടുക്കണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, അവകാശികൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണമല്ലോ, അതും കൂടി എടുത്തുകാണ്ട് വേറെ സ്ഥലത്തേക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല. ഒരു വാപ്പ മരിച്ചാൽ നിൽക്കുകയാണ്, എൻ്റെ മുതലൊക്കെ പാടെ നിലമ്പൂർ മജുമാക്കട എഴുതി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു. തെറ്റാണ്. കാരണം ഇവിടെ മൂപ്പര മക്കളുണ്ട്, അനന്തരാവകാശികളുണ്ട്. ആ അവകാശികൾ നോക്കി നിൽക്കുന്നുണ്ട് കുറച്ച് മുതലുകളൊക്കെ. അപ്പോൾ അവരെ പട്ടിണിയാക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം, എന്നിട്ട് അതിൽ നിന്നൊരു വിഹിതം എടുത്തിട്ട് വസിയത്ത് ചെയ്യണം. ഇല്ല, അങ്ങനെ മക്കൾക്ക് വാരിസീങ്ങളായ അവകാശികളായ ആളുകൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതെ അങ്ങനെ വസിയത്ത് ചെയ്യുക എന്നത് ഹറാമാണ്. തെറ്റാണ്. എത്ര മക്കളങ്ങനെ പറയുന്നത് കേട്ടിനറിയോ? എൻ്റെ ബാപ്പ ഉള്ള സ്വത്തൊക്കെ പാടാണ് കൊടുത്തു, ഞങ്ങൾക്കൊരു 5 സെന്റ് പെരവെക്കാൻ ഇല്ല, എല്ലാം കൊടുത്തുപോയി. അങ്ങനെ പാടില്ല എന്നാ. നമുക്ക് കൊടുക്കാനുള്ള അവകാശികൾ, അനന്തരാവകാശികളുണ്ട്. ആ അവകാശികൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണമെന്നാണ്. ഇൻഷാ അല്ലാഹ് ചർച്ച വിശാലമായി പോവുകയാണ്, അത് നമുക്ക് തുടരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളതിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ പൈസയും മുതലൊന്നും ഇല്ലാത്തവർക്ക് നല്ല സന്തോഷമാണ്. കുറച്ചൊക്കെ ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നേ ഉള്ളൂ. നല്ലോണം ഉള്ളവര് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ദീനിനെ സഹായിക്കണം, മക്കളെ സഹായിക്കണം. മക്കൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഓഹരി വസ്തുക്കളൊക്കെ നേരത്തെ തന്നെ ആ വഫാത്തിൻ്റെ മുമ്പ് തന്നെ ഓരിച്ചു കൊടുത്താലേ തല്ലുണ്ടാവില്ല. എല്ലാവർക്കും കൃത്യമായിട്ട് ഷറൈൻ്റെ ആ ഓഹരി വെപ്പ്. ഇന്ന് കുറേ ആളുകൾക്ക് ഫറായിദിൻ്റെ മസല അറിയാത്തവരാ. സ്വത്ത് ഓരിവെക്കുന്നിടത്തൊക്കെ ഭയങ്കര തർക്കമാണ്, എല്ലായിടത്തും പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ വിഷയം ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെ നമുക്ക് കേട്ട് പഠിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രഭാത സമയത്തുള്ള ഈ സംസാരം പഠിച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്നത്തെ ഹൈറായ പ്രഭാതാക്കി തരണേ അല്ലാഹ്. ഇന്നത്തെ പ്രദോഷവും നീ ഹൈറിലാക്കി തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഭൂമി വെള്ളം കുടിച്ച് അത് പുറന്തള്ളപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവും. ഭൂമി കുലുക്കൊക്കെ, ഉരുൾപൊട്ടലൊക്കെ, അതിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ നീ കാക്കണേ റഹ്മാൻ. വീട് പൊളിഞ്ഞാടിയിട്ടും മരം പൊളിഞ്ഞാടിയിട്ടുള്ള അപകടങ്ങളൊന്നും ഞങ്ങൾക്ക് നൽകല്ല റഹ്മാൻ. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ രോഗങ്ങൾക്കും ശമനം നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ, നമ്മളെ കുഞ്ഞാപ്പാക്ക ആശുപത്രിയിലാണ്, കറുത്തേടത്ത്. ഷിഫ കൊടുക്കണേ റഹ്മാനെ, സമാധാനം കൊടുക്കണേ റഹ്മാനെ, സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പെടുന്നനെയുള്ള മരണം ഞങ്ങൾക്കോ ഞങ്ങളെ കുടുംബാദികൾക്കോ ഞങ്ങൾ ബന്ധപ്പെടുന്നവർക്കോ ഞങ്ങളുമായി ജമാഅത്തിന് വരുന്നവർക്കോ ആർക്കും നീ നൽകല്ല റഹ്മാനെ. അള്ളാഹുവേ, കടബാധ്യതകളെ കൊണ്ട് നിറഞ്ഞ് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബെ. കോടിക്കണക്കിന് കടങ്ങൾ വെച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നവരുണ്ട് റഹ്മാനായ റബ്ബെ. എല്ലാവരുടെയും കടങ്ങൾ വീടാനുള്ളതായ പോംവഴി നീ കാട്ടിത്തരണേ റഹ്മാനെ. ജീവിതത്തിനും ആയിഷത്തിൻ്റെ അസ്ബാബുകൾ, മറ്റൊരാളോട് ചായ കുടിക്കാൻ പൈസ വാങ്ങുക, ചോറുന്നാൻ പൈസ വാങ്ങുക, അങ്ങനെയുള്ളതായ ഒരു യാചന ഞങ്ങൾക്കാർക്കും നീ നൽകല്ല റഹ്മാനെ. സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ജീവിതോപാധികൾ നിർവഹിക്കാനുള്ളതായ കരുത്തും തൗഫീഖും കുടുംബനാഥന്മാരാകുന്ന ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.
آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين تقبل الله. السلام عليكم ورحمة الله.